ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് LCM ആൻഡ് HCF എന്താ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇതിൻ്റെ മലയാളം ലഘുതമ സാധാരണ ഗുണിതം. അറിയാം, ലസാഗു എന്നുള്ള ആ ഒരു സാധനമാണിത്. ലസാഗു അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം എല്ലാവരും കിട്ടിയിരിക്കുന്നു. ഇനി HCFന്റെ ഞാൻ പറഞ്ഞുതരാം. അത് LCMന്റെ നോക്കാം. LCM നമുക്ക് എന്താണെന്ന് വെച്ചാൽ പൊതു ഗുണിതങ്ങൾ, അതായത് കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും ചെറുത് ഏതാണെന്നുള്ളതാണ് LCMന്റെ കാര്യത്തിൽ നോക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 4, 6, 3 ഈ സംഖ്യകളുടെ കോമൺ മൾട്ടിപ്പിൾ ഏതാ നോക്കുക. അതിന് 4ന്റെ ഗുണിതങ്ങൾ നോക്കാം. 4, 8, 12, 16, 20, 24 അങ്ങനെ. അതുപോലെ തന്നെ 6 12, 18, 24 അങ്ങനെ. ഇനി 3 3, 6, 9, 12, 15, 18, 21 അങ്ങനെ 24 അങ്ങനെ പോകും. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഏതാ? ഇതിൽ 12 ഉണ്ട്, 12 ഉണ്ട്, 12 ഉണ്ട്. അതുപോലെ തന്നെ 24 ഉണ്ട്, 24 ഉണ്ട്, 24 ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് LCM. അപ്പോൾ ഇവിടെ കോമൺ മൾട്ടിപ്പിൾ ഏതൊക്കെ വെച്ചാൽ കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ വന്നത് 12ഉം 24ഉം ആണ്. പക്ഷെ ഇവിടെ LCM ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 24ന് എടുക്കാൻ പറ്റില്ല. ഇവിടെ കോമൺ ആയിട്ട് ലീസ്റ്റ് ആയിട്ട് വരുന്നത് 12 ആണ്. അപ്പോൾ ഇവിടെ LCM ഏതാന്ന് വെച്ചാൽ 12 ആണ്. അപ്പോൾ ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ അല്ല, ഒരു മെത്തേഡ് ചെയ്ത് നോക്കാം. ലസാഗു കാണാൻ ഡിവിഷൻ മെത്തേഡ് എന്ന് ഹരണക്രിയ എന്താണെന്ന് നോക്കാം. ഹരണക്രിയ ഡിവിഷൻ മെത്തേഡ് പറഞ്ഞാൽ ഒരു LCMഉം HCFഉം കാണാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതിൽ LCM എങ്ങനെയാണ് കാണുന്നത് നോക്കാം. നമുക്ക് LCMന്റെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ LCMന് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. 12, 24, 18 ഇവയുടെ LCM കാണാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് LCM. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് LCM ഡിവിഷൻ മെത്തേഡ് വെച്ചും ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ ആയിട്ട് ഈ ഒരു സംഖ്യകളെല്ലാം എടുത്ത് എഴുതുക. എന്നിട്ട് പ്രൈം നമ്പേഴ്സിലെ ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 കൊണ്ട് ആദ്യം ഇതിൽ നോക്കുക. 2 കൊണ്ട് പോകാൻ നോക്കുക. അല്ലെങ്കിൽ അടുത്ത പ്രൈം നമ്പറായ 3, അല്ലെങ്കിൽ അടുത്ത പ്രൈം നമ്പറായ 5, അല്ലെങ്കിൽ അടുത്ത പ്രൈം നമ്പറായ 7 അങ്ങനെ 2, 3, 5, 7 അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഏതാണ് പോവാന്ന്. അങ്ങനെ എല്ലാ നമ്പറും പ്രൈം നമ്പർ ആവുന്നവരെ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ചെയ്ത് നോക്കാം. ഇവിടെ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 എത്ര 2 പോവും? 6 എണ്ണം പോവും. അതുപോലെ 24 2 12 എണ്ണം പോവും. അതുപോലെ 18 2 9 എണ്ണം പോവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ LCM കാണുന്നതുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. LCM കാണുന്നില്ല, HCFന്റെ സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ ചെയ്യാം. അപ്പോൾ LCMന്റെ ചെയ്യുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് 2 എണ്ണത്തിൽ കോമൺ ആയിട്ട് പോകും, 3 എണ്ണത്തിൽ കോമൺ ആയിട്ട് പോകും. ഇതിൽ 3 എണ്ണത്തിൽ കോമൺ ആയിട്ട് പോകും. അപ്പോൾ കോമൺ ആയിട്ട് 3 എണ്ണത്തിൽ പോകുന്ന 3 ആണ്. അപ്പം 3 എടുക്കുക. 3 കോമൺ ആയിട്ട് പോകുമ്പോൾ ഇവിടെ 3 2 എണ്ണം പോവും 6. അതുപോലെ 12 3 4 എണ്ണം പോവും. 9 3 3 എണ്ണം പോവും.
നമ്മൾ ഏകദേശം ഒരു ഫൈനൽ സ്റ്റെപ്പിൽ എത്താനായി. ഇനി വേണ്ടത് അടുത്ത ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന ഡിവിഷൻ ഏതാ ചെയ്യാൻ പറ്റുക നോക്കുക. അപ്പോൾ ഇതിൽ 2ലും 4ലും 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 3ലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം 2 എണ്ണത്തിലെങ്കിലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ സംഖ്യേനെ അതുപോലെ തന്നെ താഴോട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഈ സംഖ്യേനെ എടുത്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുക 3 ഇവിടെ അതുപോലെ തന്നെ വരും, അത് എടുത്ത് എഴുതിയതാണ്. ഇനി ബാക്കിയുള്ള സംഖ്യകൾ നോക്കാം. ഇവിടെ വന്നത് 4ൽ എത്ര 2ഉം 2, അതുപോലെ 2ൽ എത്ര 2ഉം 1. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് കിട്ടിയ നമ്പറിൽ ഇനി 1 പിന്നെ പ്രൈം നമ്പേഴ്സും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രൈം നമ്പേഴ്സ് 1ഉം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റെപ്പ് നിർത്താം. ഇനി ചെയ്യേണ്ടത് LCM കാണാൻ വേണ്ടിയിട്ട് ഈ സംഖ്യകൾ, അതായത് ഈ പുറത്ത് വരുന്ന ഈ പ്രൈം നമ്പേഴ്സ് എടുത്ത് തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് LCM. അതായത് LCM ഈക്വൽ ടു ഇവിടെ 2 3 2 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പോൾ 2 ഇൻറ്റു 2 4, അപ്പോൾ 4 ഇൻറ്റു 3 ഇൻറ്റു 3 9. അപ്പോൾ 4 ഇൻറ്റു 9 പറയുമ്പോൾ ഈ സോറി, ഇവിടെ ഒരു 2 ഇടാൻ മറന്നുപോയി. ഇവിടെ 2 ചെയ്യണം, നമ്മൾ 2 കൊണ്ട് ഇവിടെ ചെയ്തതാണ്. അപ്പോൾ സ്റ്റെപ്പ് മറന്നു പോകരുത്, ഇവിടെ 2 എഴുതണം. അപ്പോൾ 2 കൊണ്ട് കൂടി ചെയ്ത് 2 കൂടി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇൻറ്റു 2, അപ്പോൾ 4 ഇൻറ്റു 9 36 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 72. അപ്പോൾ ഇവിടെ സംഖ്യയുടെ LCM എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനുള്ള ആൻസറായി 72 ആണ് LCM. അപ്പോൾ ഈ LCM 72 ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ 72നെ 12 കൊണ്ടും 24 കൊണ്ടും 18 കൊണ്ടും ഒരു ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടമൊന്നും വരില്ല, അതായത് റിമൈൻഡർ ഒന്നും വരില്ല. അപ്പോൾ റിമൈൻഡർ ഇല്ലാതെ ഹരിക്കാൻ പറ്റും ഈ 72നെ. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പോയിന്റിലേക്ക് പോവാം. ഇനി സാധാരണ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് LCM ചോദിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം, അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കട്ടെ. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത 2-3 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത മെത്തേഡ് പറഞ്ഞാൽ അടുത്ത മെത്തേഡ് ഹയസ്റ്റ് നമ്പറിൽ വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഏതാണ് ഹയസ്റ്റ് നമ്പർ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 2 4 8, അതുപോലെ 3 6 12, അതുപോലെ 5 3 15. ഈ ക്വസ്റ്റ്യനിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ക്വസ്റ്റ്യനുകൾ നമുക്ക് വേണമെങ്കിൽ ഡിവിഷൻ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് അല്ലാതെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ 2ഉം 4ഉം 8ൻ്റെ ഡിവേഴ്സസ് കംപ്ലീറ്റ് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേജ് വരുമ്പോൾ നമുക്ക് 8 തന്നെയാണ് LCM ആയിട്ട് വരിക. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, 3 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 6നെ കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ഒന്നും വരില്ല. അപ്പോൾ 12 ആണ് ഇവിടുത്തെ LCM. അതുപോലെ തന്നെ ഇവിടെ 3ഉം 5ഉം 15നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടമൊന്നും വരില്ല. അങ്ങനെ ശിഷ്ടം വന്നില്ലെങ്കിൽ അവിടെ LCM ഏറ്റവും ഹയസ്റ്റ് നമ്പർ ആയിരിക്കും. ഇതെല്ലായ്പ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ഡിവിഷൻ മെത്തേഡ് ഇതിലും ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 2 4 8 ഒന്ന് ഡിവിഷൻ മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 കൊണ്ട് ആദ്യം ചെയ്യുക. അപ്പോൾ 1 2 4. ഇനി ഇതിൽ കോമൺ ആയിട്ട് 2 തന്നെയുള്ളൂ. അപ്പോൾ 2 1 അതുപോലെ തന്നെ ഇറക്കി എഴുതി. 2ൽ 1 പ്രാവശ്യം പോവും, 4ൽ 2 പ്രാവശ്യം പോവും. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 അത് എത്രയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 അത് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയത് 8 തന്നെയാണ്. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു മെത്തേഡ് നോക്കാം. അപ്പോൾ ഹയസ്റ്റ് നമ്പർ വെച്ചിട്ടുള്ള തന്നെയാണ്.
അല്ലെങ്കിൽ ജനറൽ മെത്തേഡ് എന്ന് പറയുന്നത്. ജനറൽ മെത്തേഡ് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അതായത് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാതെ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം 3, 6, 9 എന്നൊരു ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താ, ഇതിൽ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും. പക്ഷേ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ 9നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പറ്റും, ഇത് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ 9ന്റെ ഗുണനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാവും LCM. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരണമെന്നില്ല, കാരണം LCM എപ്പോഴും ഹയസ്റ്റ് നമ്പറിന്റെ മൾട്ടിപ്പിൾ കൂടി ആയിരിക്കും. LCM എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഹയസ്റ്റ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ LCM എത്രയായിരിക്കും? 9, 18, 27, 36. അപ്പോൾ ഇതിൽ 9ൽ 3 എന്തായാലും ആദ്യം പോകുന്നുണ്ട്. അപ്പോൾ 6 പോകുന്ന ഇതിൽ ഏതാ? 18 മാത്രം, ഫസ്റ്റത്തെ 18. അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 18 ഇവിടെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 5, 10, 15. ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് 15ൽ 5 പോവും, പക്ഷെ 15ൽ 10 പോവില്ല. അപ്പോൾ 15ന്റെ ഗുണനങ്ങൾ നോക്കിയാൽ 15, 30, 45, 60 അങ്ങനെ പോകും. പക്ഷെ ഇതിൽ 10ന്റെ ഗുണിതായിട്ട് വരുന്നത് 30 അപ്പോൾ ഇതാണ് LCM. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം. ഇത് നിങ്ങളൊന്ന് പോസ് ചെയ്ത് ചെയ്യാൻ പറ്റും നോക്കിയൊരു ക്വസ്റ്റ്യനൊക്കെ. 6, 8, 12. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആൻസർ ഒന്ന് എത്തിയതിനു ശേഷം പ്ലേ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ 12നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 12ന്റെ ഗുണനങ്ങൾ നോക്കുക. 12, 24, 36 അങ്ങനെ പോകും. ഇതിൽ 24 എന്ന് പറഞ്ഞാൽ 8ന്റെ ഗുണനാണ്. 8 × 3 എന്ന് പറഞ്ഞാൽ 24. അപ്പോൾ ഇതാണ് ഇതിന്റെ LCM. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു മെത്തേഡ് കൂടി നോക്കാം. അടുത്തത് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയും വരാറുണ്ട്. അവിടെ ഡിവിഷൻ മെത്തേഡ് വർക്ക് ചെയ്യില്ല. ഡിവിഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്യുന്ന നേരം കുറേ ടൈം എടുക്കും. അതിന് പകരം ഇങ്ങനെയും ചെയ്യാം. സിറ്റുവേഷൻ 1. ഈ സിറ്റുവേഷൻ 1ൽ പറഞ്ഞാൽ 2, 3, 5 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇതിലുള്ള എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സാണ്. ഫസ്റ്റ് പോയിന്റ്, എല്ലാ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സാണ്. പിന്നെ ഇവയുടെ നമ്മൾ ഇനിയിപ്പോൾ ഡിവിഷൻ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാ നമ്പറും പ്രൈം നമ്പേഴ്സാണ്. ഇതിൽ 2 എണ്ണത്തിൽ കോമൺ ആയി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളുടെ ഗുണനമായിരിക്കും. അതായത് 2 × 3 × 5. 2 × 5 10, 10 × 3 30. അപ്പോൾ 30 ഇതിൻ്റെ LCM. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 7, 4, 3. 7, 4, 3. ഈ 7, 4, 3 പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒന്നിനും ഡിവൈഡ് ചെയ്യുന്നില്ല. അതായത് മിനിമം 2 നമ്പറെങ്കിലും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു നമ്പർ പോലും തമ്മിൽ ഡിവൈഡ് ആവില്ല. 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരും 3 ഡിസ്റ്റിങ്ക്റ്റ് നമ്പർ പോലെ തന്നെ വരുമ്പോൾ LCM എന്ന് പറഞ്ഞാൽ ഇവയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പം 7 × 4 × 3. അപ്പോൾ 7 × 4 എന്ന് പറഞ്ഞാൽ 28, 28 × 3 എന്ന് പറഞ്ഞാൽ 84. അപ്പോൾ ഇതാണ് LCM. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. 6, 8, 12. അപ്പം മനസ്സിലായി വിചാരിക്കും. ഒന്ന് പോസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 12, സോറി ഇത് ജനറൽ മെത്തേഡിൽ വരും, കാരണം 12ൽ 6 പോകുന്നതാണ്. പോകാത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 7, 5. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്യാൻ നേരത്തെ നോക്കണ്ട. അപ്പോൾ ഇത് നോക്കാം, നേരത്തെ നോക്കാം, പക്ഷേ അത് ജനറൽ മെത്തേഡാണ്, ഈ മെത്തേഡ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ 7 5 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇത് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ 7 × 5 തന്നെയാണ് ആൻസർ. ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഡിവിഷൻ മെത്തേഡ് തന്നെയാണ്. നമ്മൾ അതിൽ ചെയ്യുന്ന എന്താ, ലാസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യാം, 7 × 5 വരും, അപ്പം 35 വരും. ഇനി ഡിവിഷൻ മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് വരെ കൊണ്ടുപോകാം. അപ്പോൾ നേരത്തെ ചെയ്ത വേണം ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് നമ്മൾ നേരത്തെ ഈ സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, അവിടെ ഫുള്ളായിട്ട് കൊണ്ടുപോകാം. അപ്പം അതിൻ്റെ ആവശ്യമില്ല, കാര്യം നിങ്ങൾ മനസ്സിലായാൽ മതി. 24 × 18 24 18 12. അപ്പോൾ ഇതിൻ്റെ LCM എടുക്കുകയാണെങ്കിൽ 2 കൊണ്ട് ചെയ്താൽ 12 9 6, 3 കൊണ്ട് ചെയ്താൽ നേരത്തെ ചെയ്താണ്. ആ സ്റ്റെപ്പ് വരെ എത്തിയിട്ട് ബാക്കി പറഞ്ഞുതരാം. 3-ൽ 4 പ്രാവശ്യം പോവും, 3 പ്രാവശ്യം പോവും, 2 പ്രാവശ്യം പോവും. ഇതിൽ കോമൺ ആയിട്ട് പോകുന്നില്ല, അപ്പോൾ 2 കൊണ്ട് ചെയ്യാം. 2 ചെയ്ത് കഴിഞ്ഞാൽ 2 3 അതുപോലെ തന്നെ ഇറക്കി എഴുതി 1. ഇനി ഇതിൽ 2 കൊണ്ട് ചെയ്താൽ ഇതിൽ 2 ഒരു പ്രാവശ്യം ഉള്ളൂ, 1 3 1. ഇനി 3 കൊണ്ട് ചെയ്താൽ 1 1 1. അതായത് ഇവിടെ ലാസ്റ്റ് 1 എത്തുന്നവരെ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നതും ഇവിടെ ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നതും ഒന്ന് തന്നെയാണ്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് വരെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. എന്താണ് സ്റ്റെപ്സ് എന്ന് പറയാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലുള്ള നമ്പേഴ്സ് ഗുണിച്ചാൽ LCM കിട്ടും. അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പറയാൻ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സ്റ്റെപ്പ് അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് സിറ്റുവേഷൻ 2 ചെയ്ത് നോക്കാം. ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില നമ്പേഴ്സ് കോമൺ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഇത് ഇക്വേഷൻ്റെ പോലെ പറയാം, കാരണം കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. 4x 8/12 Z ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ്, അതായത് മൾട്ടിപ്പിളിൻ്റെ LCM ഇൻറ്റു ഈ സിറ്റുവേഷൻ 1-ൽ വരുന്ന പോലെ XY Z എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ഒന്നും ഇല്ലാത്തതാണ്. അങ്ങനെ വരുന്ന നേരം നമ്മൾ ചെയ്യേണ്ടത് കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ഇല്ല എന്നല്ല, ഇവിടെ കോമൺ ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 4 8 12ൻ്റെ LCM എടുക്കുക. 4 8 12. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ 2 2 4 6 2 1 2 3. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 × 2 × 2 8 8 × 3 24. അപ്പോൾ 24 × XYZ. അതൊന്ന് മനസ്സിലാക്കി വെക്കാനൊന്ന് എഴുതി വെക്കുക. കാരണം ഇതങ്ങനെ കോമൺ ആയിട്ട് വരുന്നൊരു സിറ്റുവേഷൻ അല്ല, എങ്കിലും മനസ്സിലാക്കി എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് ഒരു മൾട്ടിപ്പിൾ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ LCM ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുക. കാര്യം LCM ആണ് എങ്കിലും ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കാണിക്കുക, ഈ മൾട്ടിപ്പിൾ ഇല്ലാതെ 24XYZ എന്ന് അവിടെ മൾട്ടിപ്പിൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ 5 മെത്തേഡ്സ് പറഞ്ഞ് LCM കാണാനുള്ള. ഇനി HCFൻ്റെ നോക്കാം. അപ്പോൾ HCFൻ്റെ വെച്ച് നോക്കുമ്പോൾ അവിടെ HCF എന്താണ്? ഉത്തമ സാധാരണ ഘടകം ഉസാഗു ഇതാണ്
അതിൻ്റെ ഇംഗ്ലീഷിൽ പറയാം ഹയസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ല ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ ഇതിൽ ഡിവിഷൻ മെത്തേഡ് വരുമ്പോൾ നേരത്തെ അതേ മെത്തേഡ് തന്നെയാണ്, പക്ഷേ അതിൽ സ്റ്റെപ്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് സ്റ്റെപ്സ് ഇതിൽ കുറവാണ്, നേരത്തെ അത്ര ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 30, 45, 60 ഇതിൻ്റെ LCM എടുക്കാം. അപ്പോൾ LCM എടുക്കുന്ന നേരം നമ്മൾ ചെയ്യുന്ന സാധാരണ എന്താ ചെയ്യല്, ഇവിടെയുള്ള കോമൺ ആയിട്ട് പോകുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എടുക്കുക. അതായത് 2 കൊണ്ട് ചെയ്താൽ 15, 2 പോവില്ല, കോമൺ ആയിട്ട് പോവില്ല. അപ്പോൾ കോമൺ ആയിട്ട് പോകുന്ന എടുക്കുക ആദ്യം. അപ്പോൾ എല്ലാത്തിലും 3 പോവാൻ നോക്കുക. 3 പോവും, 5, 4 കൂട്ടി 9, 3 പോവും, 6 പോവും. 3 പോകുന്നതുകൊണ്ട് 3 ചെയ്യാം. 3 ചെയ്യുമ്പോൾ 10 കിട്ടും. 45-ൽ 3 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 കിട്ടും. 60-ൽ 3 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടും. 20 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ അടുത്തത് ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് ഏതാ നോക്കുക. എല്ലാ നമ്പറിലും കോമൺ ആയിട്ട് പോകുന്നത് നോക്കണം ആദ്യം, അതിന് ശേഷം ഇൻഡിവിജ്വലായി നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് 5 പോവും. 5 പോകുമ്പോൾ 2, 5, 10, 3, 5, 15, 4, 5, 20. 3, 5, 15, 4, 5, 20. ഇനി ഇതിൽ കോമൺ ആയിട്ട് പോകില്ല, കാരണം ഈ 3 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ LCM കാണാനുള്ള ഇക്വേഷൻ നിർത്തുക. എന്നിട്ട് ഈ ഒരു സൈഡിൽ വരുന്ന, അതായത് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ മാത്രം എടുത്തിട്ട് ഗുണിക്കുക. അപ്പോൾ HCF = 3 × 5. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എല്ലാ നമ്പറും ഒന്നാവുന്നവരെ ചെയ്യണ്ട. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 3 × 5, അത് പറഞ്ഞാൽ 15 ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി കുറച്ചുകൂടി ടഫായിട്ട് വേണം ചെയ്യാം. ഇനി HCF ഒരു ക്വസ്റ്റ്യൻ കൂടി വേണം ചെയ്യാം. സെക്കൻഡ് മെത്തേഡാണ്. ഇതിൽ പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു നമ്പർ എടുക്കാം. 7, 5, 17 ഇങ്ങനെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഡിവിഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ഒന്നിലും കോമൺ ആയിട്ട് ഒരു സംഖ്യയും പോകുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ HCF എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, ആൾവേസ് 1 ആയിരിക്കും. കാരണം ഇതിനെ കോമൺ ആയിട്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് നോക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് കോമൺ ഫാക്ടറാണ്. പക്ഷെ ഇതിൽ വരുമ്പോൾ ഇതാണ് ഹയസ്റ്റ് കോമൺ, കാരണം ഇതിൽ വേറൊരു ഫാക്ടറും വരുന്നില്ല, തമ്മിലൊരു ബന്ധമില്ലാത്ത നമ്പറാണിത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ HCF 1 ആയിട്ട് എടുക്കുക. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇനി HCF-ഉം LCM-ഉം തമ്മിലൊരു ബന്ധമുണ്ട്, അതെന്താന്ന് നോക്കാം. അപ്പോൾ HCF LCM തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. LCM of number is 60, HCF of number is 3. ഇനി ആ നമ്പറിൽ ഫസ്റ്റ് ഒരു നമ്പർ എന്ന് പറയുന്നത് 12 ആണെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും? ഈ ഒരു മെത്തേഡ് നമ്മൾ 2 നമ്പറുള്ളവരാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ LCM × HCF എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് എഴുതി വെക്കുക. അത് പറഞ്ഞാൽ LCM × HCF = ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ. ഇതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, ഇതൊന്ന് എഴുതി എടുക്കുക. എപ്പോഴും അത്യാവശ്യമുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്. തിയറി പാർട്ടാണ് മെയിനായിട്ട് ഇതിലെടുക്കുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ LCM എന്ന് പറഞ്ഞാൽ 60, HCF എന്ന് പറഞ്ഞാൽ 3, നമ്പർ A എന്ന് പറഞ്ഞാൽ 12, നമ്പർ B എത്രയാണെന്ന് അറിയില്ല, അപ്പോൾ B തന്നെ എടുക്കുക. ഇനി ബീൻ്റെ വാല്യൂ എത്ര വെച്ചാൽ ഈ 12-നെ
ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 60 × 3 / 12 = B. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 ഉണ്ട്. അപ്പോൾ 60-ൽ 12 5 പ്രാവശ്യം പോവും. അപ്പോൾ 5 × 3 എന്ന് പറഞ്ഞാൽ 15. അപ്പോൾ B എന്ന് പറഞ്ഞാൽ 15 വരും. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ നേരിട്ട് ചോദിക്കും. അതായത് ഫസ്റ്റ് നമ്പർ ഇങ്ങനെയാണ്, സെക്കൻഡ് നമ്പർ ഇങ്ങനെയാണ്, ചിലപ്പോൾ ഇങ്ങനെ വരും. അതേപോലെ A തരും, B തരും, LCM തരും. അപ്പോൾ HCF എന്താണ് ചിലപ്പോൾ ചോദിക്കും. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി അടുത്തത് ഫ്രാക്ഷൻ, അതായത് LCM-ഉം HCF-ഉം ഫ്രാക്ഷൻ്റെ കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെയാണ് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. 2 ഇക്വേഷൻ ഉണ്ട്, ഒന്നുമില്ല. LCM-ൻ്റെ HCF-ൻ്റെ ഓരോരോ ഇക്വേഷൻ ആണ്. അപ്പോൾ HCF ഓഫ് ഫ്രാക്ഷൻ നോക്കാം. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q ഇങ്ങനെയുള്ള ഫോർമാറ്റുകളാണ് ഫ്രാക്ഷൻ. അപ്പോൾ ഇതെന്താണ്? P എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ, Q എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ 2 സംഖ്യ ഇങ്ങനെ HCF ഫ്രാക്ഷൻ കാണാൻ വന്നാൽ ഈ ഒരു ഇക്വേഷൻ എഴുതി വെക്കുക. ഏതാണ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യം ഓർമ്മിച്ച് വെക്കണം. P/Q എന്ന് പറഞ്ഞാൽ ആണ് ഫ്രാക്ഷൻ എന്ന് വരിക. ഇനി ഇക്വേഷൻ നോക്കാം. ഫ്രാക്ഷൻ്റെ HCF എങ്ങനെ കാണാൻ നോക്കാം. HCF ഓഫ് ന്യൂമറേറ്റർ, അതായത് എല്ലാ ന്യൂമറേറ്ററും HCF എടുക്കുക. LCM ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഓർമ്മിച്ച് വെക്കുക. HCF കാണാനാണെങ്കിൽ മുകളിലുള്ള ഭാഗത്തിൻ്റെ HCF-ഉം താഴത്തുള്ളതിൻ്റെ LCM-ഉം കാണുക. അതായത് നമുക്ക് കാണേണ്ടത് എന്താ? HCF ആണ്. അപ്പോൾ ഡയറക്റ്റ് കാണുന്നതിൻ്റെ HCF-ഉം അതിൽ അടിയിലുള്ളതിൻ്റെ LCM ആണ് കണ്ട്. ഇനി LCM-ൻ്റെ ഇതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് നോക്കാം. LCM ഓഫ് ഫ്രാക്ഷൻ അത് പറഞ്ഞാൽ LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് നോക്കാം. LCM എന്ന് പറഞ്ഞാൽ LCM ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ LCM ആണ് നമ്മൾ കാണുന്നത്. അപ്പം ന്യൂമറേറ്ററിൻ്റെ LCM എടുക്കുക, ഡിനോമിനേറ്ററിൻ്റെ അപ്പോൾ HCF ആണ് എടുക്കേണ്ടത്. ഇത് ഓർമ്മിച്ച് വെച്ചാൽ അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ HCF ആണെങ്കിൽ HCF ന്യൂമറേറ്റർ വരും, LCM ആണ് LCM ന്യൂമറേറ്റർ വരും. അത് മാത്രം നോക്കിയാൽ മതി. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് ഇവിടെ ആവശ്യമില്ല. ഒരു ക്വസ്റ്റ്യൻ ആണ് 5/6, 10/12, 4/9, 8/18. ഇതിൻ്റെ LCM ആണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ഏതൊക്കെയാ? 5, 10, 4, 8. അപ്പോൾ ഈ സംഖ്യകളുടെ LCM എത്രയാണ്? അപ്പോൾ LCM ഓഫ് ന്യൂമറേറ്റർ ഈക്വൽ ടു 5, 10, 8, 4. 4, 8 എഴുതാം. അപ്പോൾ 5, 10, 4, 8. അപ്പോൾ കോമൺ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ 5 താഴോട്ട് വരും, 10-ൽ 5 വരും, 4-ൽ 2 ആവും, 8-ന് 4 ആവും. അപ്പോൾ ഇനി ഒന്നുകൂടി ചെയ്ത് കഴിഞ്ഞാൽ 5 2 കൊണ്ട് തന്നെ ചെയ്യുക. അപ്പോൾ 5, 5, 1, 2. ഇനി 5 കൊണ്ട് ചെയ്യുക. അപ്പോൾ 1, 1, 1, 2. എത്രയും ചെയ്താൽ മതി.
അപ്പം ഇങ്ങനെ വരുമ്പോൾ 2 × 5 എന്ന് പറഞ്ഞാൽ 10 എന്ന് എടുത്താൽ മതി. പിന്നെ ഈ ഒരു 2ഉം ഈ ഒരു 2ഉം 10 × 4 എന്ന് പറയാൻ 40. അപ്പം LCM കിട്ടി, 40 കിട്ടി. ഇനി HCF നോക്കാം. HCF എങ്ങനെ കാണുക? ഇതേ മെത്തേഡ് തന്നെയാണ്. ഏതൊക്കെയാ നമ്പർ നോക്കാം. HCF ഇവിടെ കാണാം. HCF ഓഫ് ഡിനോമിനേറ്റർ ഏതൊക്കെയാ നോക്കാം. 6, 12, 9, 18. അപ്പോൾ 6, 12, 9, 18. ഇതിൽ വേണം 6നെ ഒഴിവാക്കാം. ഇതുപോലെ തന്നെ ഇതിൽ 8നെ ഒഴിവാക്കാം. ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യാം. എന്താ വെച്ചാൽ 6, 12, 9, 18. 6നെ എല്ലാത്തിലും കോമൺ ആയിട്ട് പോകുന്നത് 3 3 ചെയ്ത് കഴിഞ്ഞാൽ 2, 3, 6, 4, 3, 12, 3, 9, 6, 3, 18. ഇനി ഇതിൽ കോമൺ ആയിട്ട് പോകുന്ന സംഖ്യകൾ ഇല്ല, കാരണം ഇവിടെ 2, 3 വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ HCF സോറി അപ്പം അതിൻ്റെ LCM എന്ന് പറയുന്നത് 40/3 ആവില്ല. അപ്പോൾ ഇത് HCF-ഉം അല്ല, അത് LCM-ഉം ഇത് HCF-ഉം ഇതെന്തിൻ്റെയാണ്? ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. അത്രയും മനസ്സിലായല്ലോ. ഇനി HCF കാണുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. HCF ഓഫ് 12/15, 18/20, 24/25. അപ്പോൾ HCF കാണുകയാണെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ അതെത്രയാ? ഇതിൽ HCF ഓഫ് ന്യൂമറേറ്റർ എത്രയാ? 12, 18, 24. എത്ര എണ്ണത്തിൻ്റെ HCF കാണുക പറഞ്ഞാൽ ഇതിൽ എത്ര എല്ലാത്തിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ മതി. 12ൽ എല്ലാത്തിനും 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 6, 9, 12. ഇനി 2 പോകില്ല. അപ്പം 3 പോകുന്നത് 3 എല്ലാത്തിലും പോവും. 3, 2, 6, 3, 9, 3, 4, 12. ഇനി 3, 4 വന്നുകൊണ്ട് നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇത് ഗുണിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ HCF. അപ്പോൾ 2 × 3 6 കിട്ടും. ഇനി LCM എത്രയാണെന്ന് നോക്കാം. LCM ഓഫ് ഡിനോമിനേറ്റർ എത്രയാ? 15, 20, 25. അതിൽ എല്ലാത്തിലും 5 പോകുന്നുണ്ട്. 5 ചെയ്യാം. 3, 4, 5. അപ്പോൾ 4, 5 വന്നുകൊണ്ട് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇത് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 3 × 4 × 5 ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ. അപ്പോൾ എത്ര കിട്ടുക? 5 × 5 × 3 × 4 എത്രയാണ്? 25 × 3 × 4 12. അപ്പോൾ 420 കിട്ടും. അപ്പോൾ ഇനി HCF ഓഫ് ഫ്രാക്ഷൻ എത്രയാണെന്ന് വെച്ചാൽ ന്യൂമറേറ്ററിൻ്റെ HCF എത്രയാണ്? 6. ഡിനോമിനേറ്ററിൻ്റെ HCF LCM 420. ഇതാണ് കുറച്ച് ട്രിക്കി ആയിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
70ന്റെ 6 42 അപ്പോൾ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1/70 ആണ് ഇതിൻ്റെ ആൻസർ വരിക. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഓപ്ഷൻസ് വരുന്നത്, അതായത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റിമൈൻഡർ വരുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് 5 കൊണ്ടും 8 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന അല്ലെങ്കിൽ റിമൈൻഡർ വരുന്ന സംഖ്യ ഏതാണ്? ആ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ആദ്യം ഇതിൻ്റെ LCM കാണാം. ഞാൻ കാര്യം പറഞ്ഞുതരാം. എന്താ LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സംഖ്യ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഏറ്റവും കുറഞ്ഞ സംഖ്യ. ഈ കുറഞ്ഞ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ആണ്. അപ്പോൾ ലീസ്റ്റ് കുറഞ്ഞ വരുമ്പോൾ തന്നെ LCM ആണെന്ന് മനസ്സിലാക്കുക. HCF പറഞ്ഞാൽ ഏറ്റവും കൂടിയ എന്നുള്ളതാണ് വരിക. അപ്പോൾ LCM കാണാൻ പറഞ്ഞാൽ 5, 8, 10. ഇതിൻ്റെ LCM കാണാൻ പറഞ്ഞാൽ എല്ലാത്തിനും 5 പോവും. 5 പോവും. 5 പോയി കഴിഞ്ഞാൽ 1, 8. അതുപോലെ തന്നെ ഇത് 5ൽ 2 കൊണ്ട് ചെയ്താൽ 1, 4, 2 കൊണ്ട് 1, 2, 1. അപ്പോൾ 2 × 5 10, 2 × 2 4. അപ്പോൾ 40 കിട്ടും. 10 × 4 40 കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് LCM. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. 5 കൊണ്ടും 8 കൊണ്ടും 10 കൊണ്ടും ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സംഖ്യ എന്ന് പറയാൻ കാരണം നമുക്ക് വേണമെങ്കിൽ ഈ 40 83 എന്ന് കൊടുത്തു കഴിഞ്ഞാലും 83നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി ശിഷ്ടം 3 വരും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സംഖ്യ എന്ന് പറയുമ്പോഴാണ് 43 എന്നുള്ള ഓപ്ഷൻ പോകുക. അപ്പോൾ നമ്മൾ ഈ LCMനോട് ഈ ശിഷ്ടം കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ 43. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഒരു സംഖ്യ കൊണ്ട്, അതായത് ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ 40ൽ ഫുള്ളായിട്ട് പോകും. അപ്പോൾ ശിഷ്ടം 3 വരും. അതുകൊണ്ടാണ് 40ൽ 3 പ്ലസ് ചെയ്ത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.